അഞ്ചാമതായിട്ട് ഉപ്പയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്നതാണ് സ്നേഹത്തിന്റെ ശക്തി, സഹനശക്തി, പേഷ്യൻസ്. എത്രയാ മക്കൾ എത്ര തന്നെ ദ്രോഹം ചെയ്താലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കുക, ഇറങ്ങിപ്പോടാ ഇവിടുക്കാ ചിലപ്പോൾ പിക്കോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. എങ്കിൽ പോലും വൈകുന്നേരം മകനെ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മകളെ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കുക എവിടെ വൈകുന്നേരത്ത് മുളയേണ്ട സമയമല്ലോ, ഇപ്പം എന്തോരം കാണാത്ത ആദ്യമായിരിക്കും. ഉമ്മ ബേജാറാവും. അവൻ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ പോലും ക്ഷമയോടുകൂടി കേട്ടിരിക്കും. അവൻ ചെയ്ത് തെറ്റല്ലേ എന്ന് പോലും പറയാൻ ഉപ്പ ഉണ്ടാവില്ല. ഉപ്പ അത് വളരെയധികം ക്ഷമയോടുകൂടി കേട്ടു നിന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ടോർച്ചോ അല്ലെങ്കിൽ മൊബൈലിന്റെ വെളിച്ചത്തിലോ മകൻ എവിടെയെങ്കിലും അങ്ങാടിയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് നടക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാലോ നമ്മളെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇതെന്താ എന്നോട് തെറ്റിയോ, ഇതെന്താ വീട്ടിലേക്ക് ഈ സമയം വരെ എത്താത്തത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടുള്ളട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ അടുപ്പിച്ച് നിർത്താനുള്ള ഒരു സ്നേഹമുണ്ടല്ലോ. ഓൻ പണി നോക്കട്ടെ എന്നും പറഞ്ഞു നിൽക്കാത്ത ഉപ്പ, ആ ഉപ്പാനെ നമുക്ക് ജീവിതത്തിൽ സ്നേഹിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്ന് വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ.